ആതുര സേവനം എന്നുള്ള വാക്ക് മലയാളിക്ക് പരിചിതമായിട്ട് വർഷങ്ങളായി. ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എപ്പോഴും ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് പരിചയപ്പെടുത്തി കൊടുത്ത ഒരു വ്യക്തി എന്നുള്ള ഒരൊറ്റ തലക്കെട്ട് മാത്രം മതി തോമസ് ചേട്ടനെ മനസ്സിലാക്കാൻ. ഇനിഷ്യൽ പോലും പറയണമെന്നില്ല. തോമസ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ കോട്ടയത്തുള്ള ആളുകൾക്ക് നവജീവൻ എന്നുള്ള ആ ഒരു തലക്കെട്ടിൽ അറിയാൻ വേണ്ടി കഴിയും. കോട്ടയത്തിനപ്പുറത്തേക്ക് ഈ നവജീവന്റെ പേരിനെ ലോകമെമ്പാടുമുള്ള മലയാളം അറിയുന്ന എല്ലാ മനുഷ്യർക്കും തന്നെ സുപരിചിതമായിട്ടുള്ള ഒരു ഒരു തലക്കെട്ടാക്കി മാറ്റിയിട്ടുമുണ്ട്. തോമസ് ചേട്ടനാണ് നമ്മളൊപ്പം ഉള്ളത്. തോമസ് ചേട്ടൻ നമസ്കാരം. നമസ്കാരം. ആതുര സേവനം എന്നുള്ള വാക്ക് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാടായി ഇപ്പോഴും ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ആ ഒരു വാക്കിനെ ഞങ്ങളുടെ തലമുറയൊക്കെ ഒരുപക്ഷെ പരിചയപ്പെടുത്തി തന്നത് തോമസ് ചേട്ടനാണ്. ആ ഒരു ഭക്ഷണം, അന്നദാനം, ഒപ്പം തന്നെ ആതുര സേവനം, ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ നവജീവനിലേക്കുള്ള വരവ്, അതിന് മുമ്പേ തന്നെ, നവജീവനാകുന്നതിന് മുമ്പ് തന്നെ തോമസ് ചേട്ടൻ ഈ ആതുര സേവന രംഗത്തുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടം? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വിശന്നിരിക്കുന്ന കൂട്ടുകാർക്ക് എൻ്റെ പങ്ക് ചോറ് കൊടുത്ത് വിശന്നിരുന്ന രോഗിയായി മെഡിക്കൽ കോളേജിൻ്റെ ആരംഭകാലത്ത് ജില്ലാശുപത്രിയിൽ രോഗാവസ്ഥയിൽ ഓപ്പറേഷന് വേണ്ടി കിടന്ന അവസരത്തിൽ വീട്ടിൽ നിന്ന് അമ്മ കൊണ്ടുവന്ന ചോറ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അടുത്ത് കിടന്ന രാമേന്ദ്രൻ എന്ന് പറയുന്ന രോഗി, അനാഥനാണ്. അങ്ങേര് പറഞ്ഞു, എനിക്കും വിശക്കുന്നുണ്ട്, ഇച്ചിരി ചോറ് തരാം. അപ്പോൾ എൻ്റെ ഇലയിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് കഴിച്ചു. പിറ്റേ ദിവസം മുതൽ അമ്മ ഒരു പൊതി ചോറും കൂടെ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ അന്ന് തുടങ്ങിയ ഒരു ആഗ്രഹമാണ് ഈ ഭക്ഷണം കൊടുക്കാനായിട്ട്. അങ്ങനെ രോഗിക്ക് പറ്റുന്ന കൊച്ചു കൊച്ചു സഹായമൊക്കെ ചെയ്തു. സർജറി കഴിഞ്ഞു. പക്ഷേ രാമേന്ദ്രൻ മരിച്ചുപോയി, ഞാൻ സുഖമായി. അന്ന് രാമേന്ദ്രൻ പറഞ്ഞു, നമുക്ക് സുഖമാകുമ്പോൾ ഇതുപോലെ വന്ന് ആരും ഇല്ലാത്തൊരു സഹായിച്ചിരിക്കണം. ആ ഒരു കാഴ്ചയിൽ തുടങ്ങിയതൊക്കെയാണ് ഇതിനുള്ളൊരു പ്രചോദനമൊക്കെ. അങ്ങനെ തുടങ്ങി വന്നു. പിന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ആശുപത്രിയിൽ ജോലി കിട്ടി പാവപ്പെട്ട രോഗികളെ സഹായിച്ചു. പിന്നെ 20-ാമത്തെ വയസ്സിൽ ഒരാൾ വിളിച്ചു തന്നാണ് മെഡിക്കൽ കോളേജിൽ താൽക്കാലിക ജോലി. അന്നേരം ധാരാളം മെഡിക്കൽ വിദ്യാർത്ഥികൾ സഹായിക്കാൻ തുടങ്ങി. അവർ ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് മേടിച്ച് കൊടുക്കാൻ തുടങ്ങി. ധാരാളം വീടുകളിൽ നിന്ന് ഫുഡ് മേടിച്ച് കൊടുക്കാൻ തുടങ്ങി. പിന്നെ അവരുടെയൊക്കെ ആ സഹകരണത്തോട്, നാട്ടുകാരുടെ സഹകരണത്തോടെയൊക്കെ കൂടി, അതുകൂടാതെ മെഡിക്കൽ കോളേജ് പരിസരത്ത് വേണ്ട മാനസിക രോഗികളെയൊക്കെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി അവരെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി ചികിത്സിച്ച് സുഖമാക്കി വീട്ടിൽ അയക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഗർഭിണിയായ സാധു സ്ത്രീ, അവർ വേസ്റ്റ് വാരി തിന്നുന്ന സങ്കടം തോന്നി ആ കുഴിയിൽ നിന്ന് കരയ്ക്ക് കയറ്റി ലേഡീസ് ഹോസ്റ്റലിൽ കൊണ്ടുപോയി മെഡിസിന് പഠിക്കുന്ന പെൺപിള്ളേർ കുളിപ്പിച്ച് വൃത്തിയാക്കി തന്നു. അതിനെ അവരെ വഴിയിലിരുത്തി 3 മാസക്കാലം നോക്കി. പ്രസവത്തിൻ്റെ സമയമായപ്പോൾ അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവർ പ്രസവിച്ചു. ഞാൻ വീട്ടിൽ പോയി വന്നപ്പോൾ അവരുടെ കൊച്ചിനെ ആരും എടുത്തുകൊണ്ട് പോയി. ഇവർ ആശുപത്രി വിട്ട് ഇറങ്ങിപ്പോയി. പിന്നെ അവരെ ആശുപത്രിയിൽ ഓടെ കിടക്കുന്ന കണ്ടു. പിന്നെ ഓടയെന്ന് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സഹായത്തോടെ അവർ കുളിപ്പിച്ച് വൃത്തിയാക്കി സൈക്കാട്രികളിൽ അഡ്മിറ്റ് ചെയ്ത് അവർ ചികിത്സിച്ച് സുഖമായപ്പോൾ അവരുടെ പേര് മനുബായി, വീട് രാജസ്ഥാൻകാരിയാണ്. അതീവ സൗന്ദര്യവതിയ ആരോഗ്യവതിയായ സാധു സ്ത്രീ കരയാൻ തുടങ്ങി, എന്നെ വഴിയിലിറക്കി വിടരുത് എന്ന് പറഞ്ഞു. നമുക്കൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് അവർ തിരുവനന്തപുരം മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട് ആക്കേണ്ടി വന്നു. അന്ന് അവർ വെച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞു, ഏറ്റിട്ട് പോകരുതേ എന്ന് പറഞ്ഞു. അവരുടെ കരച്ചിലും സങ്കടവും കണ്ടുകൊണ്ട് തുടങ്ങിയതാണ് ഇന്നറിയപ്പെടുന്ന നവജീവനും നവജീവന് ശേഷമുണ്ടായ മനോരോഗികൾക്ക് വേണ്ടിയുള്ള ആതുരാലയങ്ങളുണ്ടായത്. അവരോട് തോന്നിയ അനുകമ്പയിലുണ്ടായതാണ്. ഈ മനുബായി ആയിട്ട് ബന്ധപ്പെട്ട ഈ കഥ, ഈ സംഭവം ശരിക്കും തോമസ് ചേട്ടനായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത്, എഴുതുന്ന സമയത്തൊക്കെയും ഈ ഒരു സംഭവം നമ്മൾ പറയാറുണ്ട്, കേൾക്കാറുണ്ട്. അതിനുശേഷം പിന്നെ അവരുടെ ഒരു ജീവിതം എങ്ങനെയായിരുന്നു? പിന്നെ നമ്മൾ കോട്ടയത്ത് വന്നതിന് ശേഷം കോട്ടയത്തോട് ഒത്തിരി വർഷങ്ങൾ പുറകോട്ട് വരുന്ന റിവേഴ്സ് ഹബ് എന്ന പേരിൽ അറിയപ്പെടുന്ന എറണാകുളത്തെ എടപ്പള്ളി സ്വദേശി കുഞ്ഞച്ചൻ, അതെ, അലറിക്കുക നടന്ന ജഡായി എന്ന പേരിൽ അറിയപ്പെടുന്ന ആലപ്പുഴക്കാരൻ ജെയിംസ് ചേട്ടൻ, ഇവരെ കൂട്ടിക്കൊണ്ടുവന്ന് ചികിത്സിച്ച് സുഖമായി. പിന്നെ ഒരു കുഞ്ഞുഞ്ഞമ്മ സുഖമായി വീട്ടുകാർ കൊണ്ടുപോയിട്ട് കുഞ്ഞച്ചനെ പുറകോട്ട് നടന്ന റിവേഴ്സ് ഹബ് എന്ന് പറയുന്ന കുഞ്ഞച്ചനെ തിരിച്ചു കൊണ്ടാക്കി എൻ്റെ കയ്യിൽ. അപ്പോൾ ആ കാലത്ത് ഞാൻ കല്യാണമൊക്കെ കഴിച്ചു ജന്മന തളർന്നു പോയ മോനും 4 പെൺമക്കളുമായിട്ട് വീട്ടിലെ വീതം കെട്ടിക്കൊണ്ട് രോഗികൾക്ക് കഞ്ഞി കൊടുത്തും കാപ്പി കൊടുത്തും വണ്ടിക്കൂലി കൊടുത്തും തീർന്ന് മെഡിക്കൽ കോളേജിൻ്റെ യാതൊരു സൗകര്യം ഇല്ലാത്തൊരു ക്വാർട്ടേഴ്സിൽ വാടകയ്ക്ക് കഴിയുന്ന കാലമാണ്. അങ്ങനെ എൻ്റെ കൂടെ കുഞ്ഞച്ചനെ 3 ദിവസം കിടത്തി. അതിന് ശേഷം ആണ് നവജീവൻ ആരംഭിക്കാൻ പ്രചോദനമുണ്ട്. അന്ന് വീട്ടിലെ സാഹചര്യം ഞങ്ങൾക്ക് കിടക്കാൻ പായില്ല, ആഹാരത്തിന് പോലും മാർഗ്ഗമില്ല. പഞ്ചസാരച്ചാക്ക് നിരത്തിയിട്ടിട്ട് ഓരോ പായിട്ടിട്ടാണ് ഞാനും മക്കളും കിടന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് പോലും വളരെ വിഷമമായിരുന്നു, ആഹാരത്തിന് പോലും വിഷമമായിരുന്നു. എങ്കിലും അതിലും ഒരു പങ്ക് നമ്മൾ കൊടുത്ത് കടിഞ്ചായനത്തിൽ കുടിച്ച കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ സൂപ്പറിൻ്റെ മെഡിക്കൽ കോളേജിലെ ജയകുമാറൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് ഹോസ്റ്റലാണ്.
അവിടെ 2-3 മുറി ഒഴിവായപ്പം ആ മുറിയിൽ ഇവരെ കൊണ്ട് താമസിച്ചു. അന്നത്തെ കാലത്ത് മോൺസിഞ്ഞോർ പീറ്റർ ഊരാളച്ചൻ ക്നാനായ സമൂഹത്തിലാണ്. അപ്പം അത് വെട്ടൂരെ ഇമ്മാനു സാറ്, ക്രിസ്ത്യൻ ധ്യാനം നയിക്കുന്ന ബിജു, അന്നത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾ, ഇന്നത്തെ സർജറി വിഭാഗം ഡോക്ടേഴ്സും ഒക്കെ, ഡോക്ടർ തോമസ് ജെ, അമേരിക്കയിലുള്ള ഡോക്ടർ മനോജ്, സുമാ ജിൽസൺ, അങ്ങനെ കുറേ പേരെ കൂട്ടി നവജീവൻ ട്രസ്റ്റായി വാടക കെട്ടിടത്തിൽ ആരംഭിച്ചു. അവിടെ വെച്ച് ചോറും കറിയും ഉണ്ടാക്കി നമ്മൾ ആശുപത്രി കൊടുക്കാൻ തുടങ്ങി. അത് നാട്ടുകാരെല്ലാവരും അരിയും കറി വെക്കാനും വിറകും തേങ്ങ സഹായിക്കാൻ തുടങ്ങി. പിന്നെ കുറേ പേര് കൂടി നമ്മളോട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന അനീബ് പഞ്ഞിക്കാരൻ, അങ്ങേരെ സ്ഥലമായിരുന്നു. അത് വളരെ വില കുറച്ച് ആദ്യം 1.5 ഏക്കർ തന്നു. പിന്നെ അവിടെ ഇവരെ എല്ലാവരെയും നമ്മൾ അവിടെ കൊണ്ട് താമസിപ്പിച്ചു. അവിടെ നവജീവനായപ്പോഴത്തേന് തിരുവനന്തപുരത്ത് കൊണ്ടാക്കിയ സഹോദരിയെ തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ ഒത്തിരി ആളുകൾ കൂടി സപ്പോർട്ട് ചെയ്ത് നമ്മൾ അടുത്തടുത്ത് കിടന്ന സ്ഥലം വാങ്ങിച്ചു. ഇന്ന് നവജീവൻ 5 ഏക്കർ സ്ഥലമുണ്ട്. പിന്നെ ക്രിസ്തീയ സഭയിലെ ഓർത്തഡോക്സ് യാക്കോബ മാർത്തോമ കത്തോലിക്ക സഭയിലുള്ള ധാരാളം വൈദികർ അവർ സെമിനാരി പഠനകാലത്ത് വന്ന് നമ്മളെ സഹായിച്ചു. അവരെല്ലാവരും അച്ഛന്മാരായി അവരുടെ പള്ളി വഴിയൊക്കെ പ്രസംഗിക്കാൻ വിളിക്കാറുണ്ട്. പിന്നെ അന്നത്തെ മെഡിക്കൽ വിദ്യാർത്ഥികളെല്ലാം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമായി പ്രശസ്തരായ ഡോക്ടർമാരായി. അവരുടെ മക്കളൊക്കെ ഡോക്ടേഴ്സൊക്കെ ആയി. അവരൊക്കെ അങ്ങനെ കുറേ സഹായിക്കും. അങ്ങനെ പല വിധത്തിലുള്ളവരുടെ സഹായം വഴി മത്തി വിൽക്കുന്ന ആളുകൾ, തട്ടുകട നടത്തുന്നവർ, ചുമട്ട് തൊഴിലാളികൾ, കൂലിപ്പണിക്കാർ, അവരുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ ജന്മദിനങ്ങളും വിവാഹ ദിവസങ്ങളിലും ഒക്കെയും നമ്മളെ സഹായിക്കും. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടേറെ ആളുകളുടെ സഹായങ്ങൾ കൊണ്ടുപോകുന്നു. ഒത്തിരി ആളുകൾ സേവനത്തിന് വന്നുകൊണ്ടിരുന്നു. സേവനത്തിന് കൂടിയവരെ ഞാൻ വളരെ ഉത്സാഹിപ്പിച്ച് 5-8 10 രോഗികളെ കൊടുത്ത് ഒത്തിരി സ്ഥാപനങ്ങൾ തന്നെ ഉണ്ടായി. മല്ലപ്പള്ളിയിലൊക്കെ ഉണ്ട് ശാലോം കാരുണ്യ ട്രസ്റ്റ്. ഇവിടുത്തെ മാനേജിങ് ഡയറക്ടർ സ്ഥലത്ത് തന്നെ ഉണ്ട്, മങ്കുഴിപ്പൊടി എന്നൊക്കെ പറയും. അങ്ങനെ മല്ലപ്പള്ളി, ചങ്ങനാശ്ശേരി, ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ആതുരാലയങ്ങൾ ഉണ്ടാകാനായിട്ട് ഒത്തിരി പേർക്ക് പ്രചോദനം കൊടുത്തു. ഭക്ഷണ വിതരണം നടക്കാൻ പ്രചോദനം കൊടുത്തു. അങ്ങനെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലും ഇതുപോലുള്ള ആതുരാലയങ്ങൾ ഉണ്ടാകാനിടയായി. അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനം കേരളത്തിലായാൽ സാധിച്ചു. അതിൽ കോട്ടയംകാരുടെ വലിയൊരു സഹായമുണ്ട്. കോട്ടയത്തെ മാധ്യമങ്ങളും കോട്ടയത്തെ എല്ലാ സന്നദ്ധ സംഘടനകളും, പ്രത്യേകിച്ച് റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ് ഉള്ള പ്രസ്ഥാനങ്ങളൊക്കെ നമ്മളെ ഒരുപാട് ക്ലബ്ബ് വഴിയായിട്ടും വ്യക്തിപരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ സഹായങ്ങൾ കൊണ്ടും സഹകരണം കൊണ്ടുമാണ് നവജീവൻ കാലാകാലങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇത് നമ്മൾ തുടർന്ന് അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു വലിയ പ്രസ്ഥാനമാകുമെന്ന് വിചാരിച്ചൊന്നും അല്ലല്ലോ. അന്നത്തെ ഒരു കാര്യം അല്ലെങ്കിൽ അന്ന് ഒരു എന്തെങ്കിലും തരത്തിലൊരു നന്മ ചെയ്ത് പോവുക എന്നുള്ള രീതിക്കാണല്ലോ. അതിനുശേഷം ഇപ്പം നമ്മൾ അന്ന് സ്വപ്നം കാണുക പോലും ചെയ്യാത്ത രീതിയിൽ വലിയ രീതിയിൽ നമുക്ക് ഒരു വലിയ ബ്രാൻഡായി തന്നെ നമ്മൾ മാറിയിട്ടുണ്ടെന്നുള്ളതാണ് ശരിക്കും അല്ലേ? അതെ, ആത്മീയതയുടെ ഒരു ആത്മാർത്ഥതയാണ്. ആത്മീയതയുടെ ഒരു ആത്മാർത്ഥതയാണ്. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ സ്വന്തം സങ്കടമായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെക്കുറിച്ച് എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുമായിരുന്നു. അവരെങ്ങനെയും ഒന്ന് രക്ഷപ്പെടുത്താൻ കഴിയണമായിരുന്നു. ഈ ഇതിൻ്റെ ചെലവുകളും കാര്യങ്ങളും ഇപ്പോഴും ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഒരിടയ്ക്ക് വാർത്തകളിലൊക്കെ വന്നിരുന്നത് നവജീവൻ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാണ്. തോമസ് ചേട്ടൻ തന്നെ നേരിട്ട് വന്ന് പറയേണ്ട അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, സഹായിക്കണം എന്നുള്ള രീതിയിൽ. ആ ഒരു സാഹചര്യം അതിന് അത്തരത്തിൽ വലിയ രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത്? നമ്മൾ ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തിയിട്ടില്ല. പല ആളുകളും നമ്മളെ സഹായിക്കുകയാണ്. എങ്ങനെയാണ് ഇത്രയും വലിയ ആളുകൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുക? അത് മുടങ്ങാതെ കൊടുക്കുന്നുണ്ട്, നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്. നമുക്ക് വിദേശ ഫണ്ടോ ഗവൺമെൻറ് ഗ്രാൻറ്റോ ഇല്ല. നമ്മളെപ്പോഴും രാപകൽ കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയിൽ കൂടെ തന്നെ കർത്താവ് നേരിട്ട് ഇറങ്ങി വന്ന് നടത്തുന്നതാണ് നവജീവനൊക്കെ. ആ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രത്യേകിച്ച് ജ്ഞാനായ സമൂഹവും അതുപോലെ ഓർത്തഡോക്സ് യാക്കോബ സമൂഹവും എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് സഹായിക്കാനിടയായി. അത് കോവിഡ് കാലഘട്ടങ്ങളിലൊക്കെയും അതിലേറെ പ്രത്യേകമായ ഒരു അനുഗ്രഹം കണ്ടത് 90 വയസ്സ് വരെയും പ്രായമുള്ള അപ്പന്മാരുണ്ടായിരുന്നു നവജീവനിൽ. പക്ഷേ അവരാരും മരിച്ചിട്ടില്ല. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് നിരന്തരമായിട്ട് അവർക്ക് വേണ്ട ചികിത്സയും എല്ലാം നൽകിയെങ്കിലും കോവിഡ് ബാധിച്ച് നവജീവനിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പനമ്മമാരാരും മരിച്ചിട്ടില്ല. അതിലൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ ഇടപെടലാണ് നമ്മൾ കാണുന്നത്. കരയുന്നവനെയും വിശക്കുന്നവനെയും വേദനിക്കുന്നവനെയും സ്വന്തം അപ്പനായി, അമ്മയായി, മകനായി, മകളായി ഏറ്റെടുത്തുകൊണ്ട് ആത്മാർത്ഥമായ ഒരു ആത്മീയ ജീവിതത്തിലൂടെ പോകുമ്പോൾ അത് ദൈവം നിറവേറ്റുന്നത് കണ്ടിട്ടുണ്ട്.
ഈ ഇപ്പോൾ അവിടെ എത്ര പേരാ ശരിക്കും അന്തേവാസികളായിട്ടുള്ളത്? അപ്പം പിന്നെ നമ്മൾ ഈ അവിടെ ഭക്ഷണം കൊടുക്കുന്നത് നമ്മളൊരു 3000-ലധികം ആളുകളെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ ഏറ്റെടുത്തു. ഇപ്പോൾ അവിടെ 167 പേരുണ്ട്. അത് ആർക്കും വേണ്ടാത്തവരാണ്. വഴി കിടക്കുന്ന പ്രായമുള്ളവർ, ഹോസ്പിറ്റലിൽ കിടക്കുന്ന അപ്പനമ്മമാർ, മാനസിക രോഗികൾ. പിന്നെ നവജീവൻ ഒരിക്കലും ഒരു അനാഥാലയമായിട്ടല്ല. അന്തേവാസികളെന്ന് വിളിക്കരുന്ന എല്ലാവരോടും പറഞ്ഞു, ഞങ്ങളുടെ അപ്പനും അമ്മയും മക്കളും ആകുന്ന ഒരു കുടുംബമാണ്. ഞങ്ങൾക്ക് അവർക്ക് ഒരേ ഭക്ഷണമേ ആകാവുള്ളൂ, ഒരേ പ്ലേറ്റേ ആകാവുള്ളൂ, ഒരേ സ്ഥലത്തിരുന്ന് കഴിക്കുന്നു. അവരെ എടിയെന്നോ എടാന്നോ എടോന്നോ വിളിക്കാൻ പാടില്ല. അവരെ ചേട്ടാ ചേച്ചി മോനെ മോളെ എന്ന് വിളിക്കും. അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ അവരെ ടൂർ കൊണ്ടുപോകും, സിനിമ കാണിക്കാൻ കൊണ്ടുപോകും, പുറത്തു നിന്ന് കൊണ്ടുപോയി ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുക്കും. നവജീവനിൽ ഒരുപാട് ആഘോഷങ്ങളും നടക്കാറുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അവിടെ ഈ ക്രിസ്തുമസ്, ഓണം അതുപോലെ അല്ലാതെയുള്ള നിരവധിയായിട്ടുള്ള ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലം കൂടെയാണല്ലോ. അതെ, അത് അവരെ എങ്ങനെയാണ് അവരെ ആ ഒരു രീതിയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നത്? അത് ഓർത്തഡോക്സ് യാക്കോബ മാർത്തോമ കത്തോലിക്ക ചർച്ചുകളിൽ നിന്നൊക്കെ അവിടെ വരും. അവിടെ വന്ന് അവിടെ ഗാനമേള ശുശ്രൂഷകൾ നടത്തും. അവർ ഓരോരോ ഫംഗ്ഷനും അവിടെ നടത്തും. അത് അവരൊക്കെ വൈദികരാകുന്നതിന് ഒത്തിരി മുമ്പ് മുതലേ നമ്മുടെ നവജീവൻ അവരുടെയും കൂടെയാണ്. നവജീവൻ അവരുടെയും കൂടെയാണ്, വരുന്നവരുടെയും കൂടെയാണ് നവജീവൻ. അതാണ് കൂടുതലൊരു ആത്മാർത്ഥത. ഇപ്പോൾ ഈ ചെലവുകൾ നമുക്ക് വലിയൊരു ചെലവാണല്ലോ. ഇപ്പോൾ ഒരു ദിവസം ശരിക്കും എത്ര രൂപയുണ്ടെങ്കിൽ എന്തായാലും ഇതിന് പണം എന്തായാലും ഒരു ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അതിപ്പോൾ എത്ര രൂപയുടെ ചെലവ് ശരിക്കും ഉണ്ടാകുന്നു? ഒരു ദിവസം നമുക്ക് 1.5 ലക്ഷത്തിലധികം രൂപ വേണ്ടി വരും. പിന്നെ ഒരു 54ഓളം പേർക്ക് ഒരു വീട് കഴിയണ്ടേ, അവർക്ക് മാസം കുറേ പൈസയൊക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ അതിനേക്കാൾ ഉപരി ഈ ഒത്തിരി രോഗികൾ മരിക്കാറായി വരുന്നു, രാത്രി ആക്സിഡൻറ്റ് വരുന്നു, അവർക്ക് വില കൂടിയ മരുന്നുകൾ, പരിശോധനാ സഹായങ്ങളൊക്കെ വേണ്ടി വരും. ഒരു 50 ലക്ഷത്തിലധികം രൂപ വേണ്ടി. പക്ഷേ സമയത്ത് എങ്ങനെയും ഉണ്ടാകും. ഇടയ്ക്ക് കടങ്ങളും ബാധ്യതകളും പ്രയാസങ്ങളും വരും. പക്ഷേ സമയത്ത് എങ്ങനെയും ദൈവം നടത്തിത്തരും. ഇങ്ങനെ ഒരുപാട് പേരെ ശുശ്രൂഷിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുത്ത് അവരെയൊക്കെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം ഇവർ തിരിച്ചവരുടെ വീടുകളിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പെട്ടെന്ന് മനസ്സിൽ നിൽക്കുന്ന ഈ ദൃശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഒരുപാടുണ്ട്. ഒരുപാട് പേര് ഇങ്ങനെ വീടുകളിലോട്ട് ഒരു സന്തോഷമായിട്ട് പോയി ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു. അത് വലിയ സന്തോഷമുണ്ട്. അതിനേക്കാളെല്ലാം എൻ്റെ ഏറ്റവും വലിയൊരു സംതൃപ്തി എന്ന് പറയുന്നത്, ഒരുപാട് പേർക്ക് പ്രചോദനമായിട്ട് ഇങ്ങനെയുള്ള അതുരാലയങ്ങൾ. ഞാൻ ആഗ്രഹിക്കുന്നത് എന്നേക്കാൾ കൂടുതൽ നല്ലവരാണ് ഞാൻ കാണുന്നവരെല്ലാം. അവരിൽ നന്മകൾ കൂടുതൽ വളരാനായിട്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കുകയും. അങ്ങനെ ഒത്തിരി ധ്യാന ഗുരുക്കന്മാർ, അച്ഛന്മാർ, ഡോക്ടേഴ്സ്, എല്ലാ വിഭാഗത്തിലും ഒത്തിരിയേറെ ആളുകളുണ്ട്. നമ്മുടെ ഈ മെഡിക്കൽ കോളേജിലെ ഭക്ഷണ വിതരണം മാത്രമല്ല, ഇപ്പം അത് ആദ്യം അങ്ങനെ തുടങ്ങി, അതിനുശേഷം കുട്ടികളുടെ ആശുപത്രിയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ജില്ലാ ആശുപത്രിയിൽ കൊടുക്കും, ജില്ലാ ആയുർവേദം, ജില്ലാ ഹോമിയോ. പിന്നെ 130-ലധികം വീടുകൾക്ക് ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ വീട്ടിലേക്ക് വാടക, പിള്ളേരെ പഠിപ്പിക്കാൻ സഹായിക്കുക. ഒരു 3000 രൂപ വെച്ച് 3,30,000 രൂപ. പിന്നെ പല രോഗികളുടെ മക്കളെയും മരിച്ചുപോയവരുടെയും രോഗാവസ്ഥയിൽ കഴിയുന്ന പിള്ളേരെ പഠിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ഈ ഒരുപാട് പദ്ധതികൾ ഞാനിങ്ങനെ നോക്കിയപ്പം കുറേ പദ്ധതികൾ ഇങ്ങനെ നടത്തുന്നുണ്ട് ഈ നവജീവൻ്റെ പേരിൽ തന്നെ. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് ഒന്ന് പറയാം? അതേ, സ്കൂളുകളിലെ പിള്ളേർക്ക് പ്രോത്സാഹനം കൊടുക്കുക. കാരുണ്യ ദീപം എന്ന് പറയും. അതായത് കുട്ടികളെ 1 രൂപയാണെങ്കിലും സൂക്ഷിച്ച് അവർ സഹപാഠിക്കൊരു സഹായം എന്നും പറഞ്ഞു. അവരുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാർക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ എല്ലാവരും സഹായിക്കുക. അതിനാണ് കാരുണ്യ ദീപം എന്ന് പറയും. പിന്നെ നമ്മൾ കൈത്താങ്ങെന്നും പറഞ്ഞൊരു പദ്ധതിയുണ്ട്. അത് എല്ലാ മാസവും വീട്ടുകാർക്ക് അവർക്ക് അരിയും പലവ്യഞ്ജനവും നിത്യോപയോഗ സാധനങ്ങളും. പിന്നെ മണ്ണിൻ്റെ മധുരമെന്നും പറഞ്ഞൊരു പ്രവർത്തനമുണ്ട്. നല്ല പഴവർഗ്ഗ തൈ സ്കൂളുകളിലെല്ലാം വെച്ച് പിടിപ്പിക്കുക. ഫലവൃക്ഷമല്ല, പഴവർഗ്ഗങ്ങൾ, പേര, ചാമ്പ, അതുപോലെ 2ാം വർഷം കായ്ക്കുന്ന പ്ലാവിൻ തൈകളൊക്കെ കൊടുത്ത് അങ്ങനെ സഹായിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഓരോ പേരിട്ട് ഓരോ പ്രവർത്തനങ്ങളൊക്കെ. ഈ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതി ഉണ്ടല്ലോ, ഒരു കൈ ഒരു പൊതി എന്നും പറഞ്ഞു. അത് നമ്മൾ സ്കൂളുകളിലൊക്കെ പറഞ്ഞ് പിള്ളേർ വരുമ്പോൾ ഒരു പൊതിച്ചോറ് കൊണ്ടുവരും. അപ്പോൾ ആ ഒരു കൈ ഒരു പൊതി എന്ന് പറഞ്ഞ് തുടങ്ങിയത് ഇന്ന് ഒത്തിരി സംഘടനകൾ ഏറ്റെടുത്തു. മെഡിക്കൽ കോളേജിൽ തന്നെ DYFIക്കാർ പൊതിച്ചോറ് ഒത്തിരി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളിൽ നിന്ന് ഒത്തിരി പൊതിച്ചോറുണ്ട്. 2018 കേരളത്തിലെ വെള്ളപ്പൊക്കം കൂടിയ സമയത്ത് പിന്നെ നമ്മൾ ഏതാണ്ട് ലക്ഷക്കണക്കിന് പൊതിച്ചോറുകൾ കൊടുത്തു.
പടിഞ്ഞാറൻ പ്രദേശങ്ങൾ സ്കൂളുകളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ പൊതിച്ചോറുകൾ വിതരണം ഇന്ന് പലയിടത്തും ആരംഭിച്ചിട്ടുണ്ട്. ഈ കോവിഡ് കാലത്തൊക്കെ നമ്മൾ രാജ്യം മൊത്തം ലോകം മൊത്തം നിശ്ചലമായി പോയൊരു സമയമായിരുന്നു. പക്ഷെ ആ സമയത്ത് നവജീവൻ ജീവൻ കൊടുത്തുകൊണ്ടിരിക്കുക. അതെ അതെ അതെ. അതെങ്ങനെയാ ശരിക്കും ആ സമയത്തും ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോകാൻ പറ്റിയത്? ആ സമയത്ത് നമ്മൾ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നു. കൂടുതൽ ആളുകൾ നമ്മളെ സഹായിക്കുകയും ചെയ്തു. നമുക്ക് നവജീവൻ്റെ ഗേറ്റിൻ്റെ അവിടെ ഒരുപാട് ഫ്രൂട്ട്സ്, അരിയും പലവ്യഞ്ജനവും ഒരുപാട് പേര് കൊണ്ട് എത്തിച്ചുകൊണ്ടേയിരുന്നു. നവജീവൻ്റെ കിച്ചണിലേക്ക് കണ്ണൂർ പ്രദേശത്തുള്ള നന്മ ചാരിറ്റബിൾ സർവീസ് എന്നും പറഞ്ഞു വെച്ചാൽ കാറ്ററിംഗുകാർ, അവർ കിച്ചണിൽ ഫുൾ ടൈം നിന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. കണ്ണൂർ പ്രദേശത്തുള്ളത് നന്മ എന്ന് പറയും. അങ്ങനെ നവജീവൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരെങ്കിലുമൊക്കെ വരും, എവിടെ നിന്നെങ്കിലും വരും. ഈ ചെയ്ത കാര്യങ്ങളെല്ലാം ലോകമെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പുരസ്കാരങ്ങൾ, അത് ഒരുപക്ഷെ തോമസ് ചേട്ടൻ ആഗ്രഹിക്കുന്നല്ലെങ്കിൽ പോലും കൂടെ ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മസംതൃപ്തി കണ്ടെത്തുക എന്നുള്ള ശൈലിയാണ് എന്നും പറഞ്ഞ് പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ ലോകത്തിനത് അംഗീകരിക്കാതിരിക്കാൻ പലപ്പോഴും പറ്റാറില്ല. അങ്ങനെ നിരവധിയായിട്ടുള്ള പുരസ്കാരങ്ങളൊക്കെയും വന്നിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിവരിക്കാം. അതിപ്പോൾ മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പയുടെ അടുത്തിരുന്ന കുർബാനയെ കൂടി പോപ്പ് തികച്ചും യോഗ്യൻ എന്നും പറഞ്ഞ് ഒരു അവാർഡ് തന്നു. അതുപോലെ പിന്നെ മദർ തെരേസയുടെ കൂടെ 10 ദിവസം താമസിച്ചു. മദർ കെട്ടിപ്പിടിച്ച് ഗിസൊക്കെ തന്നു, ഒത്തിരി സമ്മാനങ്ങൾ തന്നു. അതുപോലെ തന്നെ ചില സുഹൃത്തുക്കൾ കൂടി ഒരു സിനിമ നിർമ്മിച്ച് അത് യൂട്യൂബിലുണ്ട്, ഒരു നല്ല കോട്ടയംകാരൻ. അത് കോട്ടയത്ത് 3 ആഴ്ച കൂടി. ഈ അടുത്ത കാലത്തെ മെഡിക്കൽ കോളേജിന് 25 രാജ്യങ്ങളിൽ നിന്ന് മികച്ച സേവനത്തിലുള്ള അവാർഡ് തന്ന് ആദരിച്ചു. പിന്നെ ഒരുപാട് അവാർഡുകൾ നവജീവൻ, ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, പൊതിച്ചോറ് പുസ്തകം, പിന്നെ വേറെ പല പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ അവാർഡുകളെല്ലാം കാണുമ്പോഴും എന്നെ തന്നെ ഞാൻ സൂക്ഷിക്കുന്നത്, ഞാൻ എന്നോട് തന്നെ ആഗ്രഹിക്കുന്ന ഒട്ടും അഹങ്കാരം പാടില്ലെന്നുള്ളതാണ്. ഒന്നും ഇല്ലായ്മയിൽ കൂടെ തുടങ്ങി ഇത്രത്തോളം എത്താൻ സാധിച്ചത് ഒത്തിരി പേരുടെ സഹായങ്ങൾ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒക്കെയാണ്. നമ്മൾ ഒരു ഉപകരണമായിട്ട് നിന്നെന്നുള്ളത് മാത്രമാണ്. ഈ പലപ്പോഴും ഈ ആതുര സേവനം അല്ലെങ്കിൽ ഇങ്ങനെ ഈ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാലം അല്ലെങ്കിൽ കുറച്ച് കാലം ഇങ്ങനെ പെട്ടെന്ന് കുറച്ച് ആളുകൾ ഉയർന്നു വരും. അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളിലൊക്കെ പെട്ടുപോകുന്ന സംഭവം നമ്മൾ കാണാറുണ്ട്. അപ്പം നമുക്കും ഓർത്തു, ദൈവമേ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ എന്താ ഇവരിങ്ങനെ കബളിപ്പിക്കപ്പെടുമായിരുന്നല്ലോ നമ്മൾ. പക്ഷേ തോമസ് ചേട്ടനെ സംബന്ധിച്ച് ഒരിക്കലും അങ്ങനത്തെ ഒരു കളങ്കം പോലും വീഴ്ത്താതെ, ആ കളങ്കത്തിൽ വീഴാതെയാണ് തോമസ് ചേട്ടൻ മുന്നോട്ട് പോയത്. ശരിക്കും അത് മനസ്സിൻ്റെ ഒരു ധൈര്യത്തിൻ്റെ തന്നെയല്ലേ? അതിപ്പോൾ ഞാൻ എല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ്. ആൾക്കാർക്ക് എന്നോട് ഇത്രമാത്രം സ്നേഹമുണ്ടെന്നറിഞ്ഞത് എനിക്ക് ഓപ്പൺ ഹാർട്ട് സർജറി വന്നു കാരിത്താസിൽ ഓപ്പൺ ഹാർട്ട് സർജറി വന്ന സമയത്ത് തലേ ദിവസം പിതാവ് ഒന്ന് കുർബാനയൊക്കെ തന്നു. ഞാൻ നല്ല മരണത്തിനൊരുങ്ങി, കൂടെയുള്ളവരോടൊക്കെ പറഞ്ഞ് പല കാര്യം ഏൽപ്പിച്ചു. മരിച്ചു പോവുകയാണെങ്കിൽ രക്ഷപ്പെടില്ല എന്ന് ഓർത്തിട്ട് തന്നെ ഉച്ചയ്ക്ക് മുമ്പ് എൻ്റെ ശവസംസ്കാര ചടങ്ങ് നടത്തണം, വരുന്നവർക്കെല്ലാം നല്ല കാപ്പിയും കടിയും കൊണ്ട്, വൈകുന്നേരത്തെ ഭക്ഷണ വിതരണം മുടങ്ങരുത്. ഇതാണ് പ്രധാനപ്പെട്ട് പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് അത് കഴിഞ്ഞറിഞ്ഞ് പത്രക്കാർ, മനോരമക്കാർ ഉൾപ്പെടെ നവജീവൻ എന്ന പഴയ ആൽബങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്തു പോയി. അതുപോലെ തന്നെ മറ്റ് ഹോസ്പിറ്റലിലെ പിന്നെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്ന ഡോക്ടേഴ്സൊക്കെ മെഡിക്കൽ കോളേജിൽ പഠിച്ചവരെ എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരുന്നു. ലോകമെമ്പാടുമുള്ള ഇവിടെ പഠിച്ചു പോയവരെല്ലാം എന്നെ അന്വേഷിച്ചു കൊണ്ടിരുന്നത്. അപ്പോഴേ ഞാൻ അറിയുന്നത് ഒരുപാട് പേരെന്നെ എന്നോട് സ്നേഹമുണ്ടല്ലോ എന്ന്. അങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് ചോറ് തരുന്ന ആളല്ലേ. ഒരു വർഷം നമ്മുടെ നവജീവൻ്റെ അടുക്കളയിൽ നിന്ന് പോകുന്ന 6 ജില്ലയിൽ നിന്ന് വരുന്നവർക്ക് 18 ലക്ഷത്തിലധികം ഭക്ഷണം ഒരുങ്ങി പോകുന്നുണ്ട്. അതിലെ ജീവിതത്തിലെ ദൈവത്തിന് എപ്പോഴും നന്ദി പറയും. അന്ന് ആ ഒരു പൊതി ചോറ് കൊടുത്താണ് ഇപ്പോൾ 18 ലക്ഷം അല്ലേ? അത് കർത്താവിന് എപ്പോഴും നന്ദി പറയുകയാണ്. അതിന് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ കരഞ്ഞു പോകും. അതുപോലെ ഞാനങ്ങനെ വാടക വീട്ടിൽ വളരെ വിഷമിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ കൂടി എനിക്ക് സ്ഥലം മേടിച്ച് തന്നു, എനിക്ക് വീട് വെച്ച് തന്നു. കോട്ടയത്തെ വെട്ടൂർ കൺസെഷൻ അടുത്തുന്ന തോമാച്ചന്, അതുപോലെ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന അനീപൊക്കെ സഹായിച്ച് വീട് തന്നു. ഇളയമോൻ മരിച്ചുപോയി, പെൺപിള്ളേരെ ഓരോരുത്തർ സഹായിച്ച് പഠിച്ചു. അവരെല്ലാം നേഴ്സുമാരായി, 10 കുഞ്ഞുമക്കളുടെ വല്യപ്പനായി. അങ്ങനെ ഞാൻ 30 വർഷക്കാലം ജോലി ചെയ്തു. ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വീണ്ടും ജോലി തന്നു. പെൻഷനായി കഴിഞ്ഞപ്പം വീണ്ടും HDC സൊസൈറ്റി വഴിയായിട്ട് ജോലി തന്നു. ഞാനിപ്പോഴും മെഡിക്കൽ കോളേജിലെ വോളണ്ടറി സ്റ്റാഫായിട്ട് തുടരുകയാണ്. 76 വയസ്സാകുന്നു. എല്ലാ ദിവസവും നടക്കാൻ തുടങ്ങിയിട്ട് 55 വർഷമായി. 60 വർഷം മുമ്പ് തുടങ്ങിയ ആഗ്രഹമാണ്.
ഈ ഇപ്പോഴും ആ മെഡിക്കൽ കോളേജുമായിട്ടുള്ളൊരു ബന്ധം അത് ശരിക്കും തോമസ് ചേട്ടൻ എന്ന് പറഞ്ഞ പേരും ഒപ്പം നവജീവനും ഒക്കെ ഈ മെഡിക്കൽ കോളേജുമായിട്ട് ഇങ്ങനെ കൂട്ടിപ്പിണഞ്ഞ് കിടങ്ങുവാണല്ലോ. ഇപ്പോഴും ആ ഒരു ബന്ധത്തിന് അന്നത്തേക്കാൾ തിളക്കം കൂടിയിട്ടല്ലേ ഉള്ളൂ. അതെ അതെ. ഇപ്പോഴും ഉള്ള കുട്ടികളും ആ പണ്ടത്തെ ഉള്ള ആളുകൾ സഹകരിച്ചതുപോലെ ഇപ്പോഴും സഹകരിക്കുന്നുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഉണ്ടോ? ഇപ്പം മെഡിക്കൽ കോളേജ് പരിസരത്തുള്ള ഓട്ടോറിക്ഷക്കാർ, മറ്റ് ടാക്സിക്കാർ, പത്രക്കാർ എല്ലാവരും രോഗികൾ ചെന്ന് ഹോട്ടലുകളിൽ ചെന്ന് വിഷമം പറയുന്ന നവജീവനിലെ തോമസ് ചേട്ടനോട് പറ, ഡോക്ടർമാരോട് സങ്കടം പറഞ്ഞാൽ നവജീവനിൽ പറ, എവിടെ ചെന്ന് ഒരു സങ്കടം പറയുന്നുണ്ടോ നവജീവനിൽ പറ. ഈ തോമസ് ചേട്ടൻ തുടങ്ങി വെച്ച ആ ഒരു സംഗതി അത് ഇപ്പോൾ നവജീവൻ മാത്രമായിട്ടല്ല, അല്ല പല സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിച്ചിട്ടുണ്ട്. പല അത് കാണുമ്പോൾ ഒരു ഒരു സന്തോഷം എങ്ങനെയാണ്? അത് കാണുമ്പോൾ സന്തോഷം വളരെ കൂടുതലാണ്. പിന്നെ അതിൽ അവരോടൊക്കെ ഞാൻ പറയും, നമ്മൾ വന്ന വഴി മറക്കരുത്, ഒട്ടും അഹങ്കാരം ഉണ്ടാകരുത്, ഞാനാ നടത്തുന്നുള്ള ഭാവം ഉണ്ടാകരുത്. എല്ലാവരുടെയും സഹായങ്ങൾ കൊണ്ട് ദൈവം നടത്തുന്നു. അതുകൊണ്ട് നമ്മൾ എളിമയിലും അനുകമ്പയിലും കരുണയിലും ദാനധർമ്മത്തിലും പ്രാർത്ഥനയിലും നമ്മൾ ഒരു വലിയ വ്യക്തിയായി ജീവിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ കൂടുതൽ ആൾ ഇപ്പം പറഞ്ഞ പോലെ ഈ പൊതിച്ചോറ് വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റ് പല സംഘടനകളൊക്കെ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെയ്തൊരു സാധനമാണ് ഞങ്ങൾ ചെയ്തത്. അത് ചില ആളുകൾക്ക് ഒരുപക്ഷെ അത് ഞങ്ങൾ ചെയ്താൽ ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് വിചാരിക്കുന്ന മനുഷ്യരുണ്ടാവും. അങ്ങനത്തെ വേറൊരാൾ അത് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ശരിക്കും എന്താണ് നമ്മൾ വേറൊരാൾ ചെയ്യുന്ന കാണുമ്പോഴത്തേന് ഇതെല്ലാം എൻ്റെ കഷ്ടപ്പാട് കൊണ്ടാണ് ഞാൻ പരിശ്രമിച്ചത്, അങ്ങനെ വരാൻ പാടില്ല. ദൈവം പ്രവർത്തിക്കുന്നു. ഞാൻ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടുന്നപ്പോൾ ദൈവം പ്രവർത്തിക്കുന്നു. എല്ലാം ദൈവം പ്രവർത്തിക്കുന്നേ പറയാൻ പറ്റുള്ളൂ. നാട് നന്മ കൂടുതൽ ഉണ്ടാവട്ടെ എന്നുള്ളത്. നവജീവനിൽ ആര് വന്നാലും നമ്മുടെ നവജീവനെ പറയും. അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാനെന്നുള്ള വാക്ക് ഞാൻ ഒരിക്കലും ഉപയോഗിക്കത്തില്ല. നമ്മുടെ നവജീവൻ എന്ന് മാത്രമേ പറയുള്ളൂ. എല്ലാവരോടും അങ്ങനെ പറയുള്ളൂ, നമ്മുടെ നവജീവൻ. അതിനകത്ത് വഴിയിലിട്ട് തട്ടുകടയെ മത്തി വയ്ക്കുന്നവൻ്റെയാണ് നവജീവൻ. ചായ അടിക്കുന്നവരുടെയും കൂലിപ്പണിക്കാരൻ്റെയും എല്ലാ വിഭാഗത്തിലുള്ളവരുടെയാണ് നവജീവൻ. പിന്നെ ഞാനിങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ദൈവം എനിക്ക് പ്രവർത്തിക്കാൻ അനുഗ്രഹം തന്നതാണ്. ഞാൻ പല അവാർഡുകളൊക്കെ മേടിക്കുമ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടി ഞാനിങ്ങനെ ഒരാൾ മുന്നേ നിന്ന് മേടിക്കുന്നേ ഉള്ളൂ. ഇപ്പം നവജീവനിലുള്ള ഒരു തോമസ് ചേട്ടൻ അവാർഡ് മേടിച്ചല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പുറകെ ഒരുപാട് പേരുള്ളത് കൊണ്ടാണ് ഞാനിത് മുന്നേ നിന്ന് വാങ്ങിക്കുന്നത്. ഉദാഹരണം ഞാൻ പറയും, ഒരു കൊടിയും പിടിച്ചുകൊണ്ട് യാത നയിക്കുന്നെങ്കിൽ പുറകെ യാതായിക്ക് ആളില്ലെങ്കിൽ കൊടി തന്നെ പിടിച്ചുകൊണ്ട് പോകാനല്ലേ പറ്റുള്ളൂ, അല്ലേ? പറയുന്ന പോലെയാ നമ്മുടെ പുറകെ ഒത്തിരി ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഒത്തിരി തരത്തിൽ കൂടെ പുറകിൽ നിന്ന് നമ്മളെ സഹായിക്കുന്നത് കൊണ്ടാണ്. അത് ഞാൻ അവരെയാണ് കൂടുതൽ അഭിമാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയാണ് ഞാനിത് മേടിക്കുന്നത്. ഈ ഇന്നിപ്പോ ഇവിടെ ഷാർജയിൽ എത്തിയിരിക്കുക 2 ദിവസമായല്ലോ അല്ലേ? ദുബായിൽ ഈ ഇവിടെ എത്തി ഒരു അതും തോമസ് ചേട്ടന്റെ ഈ ഒരു വലിയ സേവനം കണ്ടുകൊണ്ട് അതെ, സെൻറ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി മികച്ച സേവനത്തിലുള്ള ഒരു അവാർഡ് തരുന്നതിന് എന്നെ വിളിച്ചായിരുന്നു. മാർ ദേവദോസിസ് തിരുമേനി എന്ന് പറയും. ആ തിരുമേനി ഒത്തിരിയേറെ നന്മ ചെയ്ത തിരുമേനിയാണ്. ആ തിരുമേനിയുടെ ഓർമ്മയ്ക്കായിട്ട് എന്നെ വിളിച്ച് എനിക്ക് തന്നതാണ്. അതിലെനിക്ക് ഏറ്റവും വലിയ സംതൃപ്തിയുണ്ട്. കാരണം ആ തിരുമേനി അതുപോലെ വിശുദ്ധനായി ജീവിച്ച് പാപങ്ങളോട് ഒത്തിരി കരുണയായി ജീവിച്ച് ആ തിരുമേനിയുടെ ഓർമ്മയ്ക്കായിട്ട് അവർ എന്നെ ക്ഷണിച്ചതിലും അവാർഡ് തന്നതിലും ഒത്തിരി സംതൃപ്തിയുണ്ട്. അതിൽ ഏറ്റവും ഞാൻ സംതൃപ്തി കണ്ടത് ആ പള്ളിയിലെ അതിലെ ട്രസ്റ്റിമാരും അതിലെ യുവജനങ്ങളുടെയും സഹകരണമാണ്. അതിലെ വളരെ സമ്പന്നരായ ആളുകളും കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ കണ്ട ഒരു വലിയൊരു ആഗ്രഹം ധർമ്മിഷ്ഠരായ ധനികരാണ്. മനസ്സിലായോ? ധർമ്മിഷ്ഠരായ ധനികരെയാണ് കണ്ടത്. കാരണം ധനസ്ഥിതി മനസ്ഥിതിയുള്ളൊരു ചുരുക്കമാണ്. ചിലർക്ക് മനസ്ഥിതി കാണും, ധനസ്ഥിതിയില്ല. ചിലർക്ക് ധനസ്ഥിതിയുണ്ട്, മനസ്ഥിതിയില്ല. ഇത് തിരിഞ്ഞും മറിഞ്ഞും. പക്ഷേ ധർമ്മിഷ്ഠരായ ധനികരെ അവിടെ കണ്ടപ്പോൾ വലിയൊരു സംതൃപ്തി തോന്നി. അതൊക്കെ അവരുടെ തലമുറകളെ തന്നെ അനുഗ്രഹമായി തീരുകയും ചെയ്യും. ഇത് ഓരോ തവണയും ഇവരിങ്ങനെ പുരസ്കാരം കൊടുക്കുന്നത് 2 തരത്തിലാണ്. എനിക്ക് ഒന്ന് ഏറ്റവും മികച്ച കർഷകൻ ഒരു തവണ കൊടുക്കുന്നു, അതിനുശേഷം 2ാമത്തെ തവണ വരുമ്പോൾ ഇത്തരത്തിൽ സന്നദ്ധ സേവനം നടത്തുന്ന ആളുകൾക്ക് കൊടുക്കുന്നത്. അങ്ങനെയാണ് തോമസ് ചേട്ടൻ ഇത്തവണത്തെ ഈ പുരസ്കാരത്തിലേക്ക് എത്തുന്നത്. അത് പ്രത്യേകമായിട്ട് നമ്മുടെ ഒരു പൊതി ഒരു കൈ
അതിന് ആ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടാണോ? അതെ അതെ. ഇതിപ്പം ഞാൻ എന്നെ അവാർഡിന് ക്ഷണിച്ചപ്പം എന്നെ കഴിഞ്ഞ് നല്ലതായിട്ട് ചെയ്യുന്ന രാകേഷിനെ എന്ന് അമ്മോനെ കണ്ടു. ജന്മനാൽ അസുഖമുള്ള അവന് സിനിമ നിർമ്മിക്കുന്നു, അവൻ ഒത്തിരിയേറെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ വേദി എനിക്ക് വലിയൊരു സംതൃപ്തിയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് ഈ പരിപാടി പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ വലിയൊരു ഫംഗ്ഷൻ ആയിരുന്നല്ലോ. വലിയ ഫംഗ്ഷനായിരുന്നു, വലിയ ഫംഗ്ഷനുമായിരുന്നു. അതിൻ്റെ സംഘാടകരെല്ലാം വളരെയേറെ കഷ്ടപ്പെട്ട് വളരെ തീക്ഷ്ണതയോടുകൂടിയാണ് ആ പ്രോഗ്രാമിൽ അവരെല്ലാവരും സഹകരിച്ച് പ്രവർത്തിച്ചതൊക്കെ. അതിൽ ആ കത്തീഡ്രലിലെ ഇടവക പള്ളിയിലെ പ്രത്യേകിച്ച് സംഘാടകരെയൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചു. എൻ്റെ പ്രസംഗം തന്നെ ഞാൻ അവിടെ നീട്ടിയില്ല, കാരണം സംഘാടകരെ സദസ്സിനെ മാനിച്ചുകൊണ്ട് ഞാൻ പ്രസംഗമൊക്കെ വളരെ ചുരുക്കമായിരുന്നു. എന്തായാലും ഈ ഒരു തുടർച്ച അത് തോമസ് ചേട്ടൻ ഇങ്ങനെ ഒരു വിളക്കായിട്ട് ഈ നമ്മുടെ ഈ ആതുര സേവനം, ഒപ്പം തന്നെ ഈ ആതുര സേവനവും ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ള ഈ അന്നദാനവും ആതുര സേവനം. അന്നദാനം മാത്രമാണെങ്കിൽ ഏതെങ്കിലും പക്ഷേങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അത് വലിയൊരു ഇത് തന്നെയാണ്. നമ്മുടെ മുന്നിൽ ഇങ്ങനെ എപ്പോഴും ഒരു വിളക്കായിട്ട് തന്നെ തോമസ് ചേട്ടൻ ഉണ്ടാവണം എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ എന്തായാലും നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള അംഗീകാരമായിട്ട് തന്നെ കണ്ടാൽ മതി. അത് നമ്മളും ചെയ്യുന്നു സേവനം, അത് ഒരു നിഷ്കാമ കർമ്മമായിട്ട് തന്നെ നമ്മൾ ചെയ്യുകയാണ്. നമ്മളൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, പക്ഷേ എങ്കിൽ ആളുകൾ അത് കണ്ടറിഞ്ഞ് നമുക്ക് തരികയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് സ്നേഹത്തോടു കൂടി സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തോമസ് ചേട്ടനാണ് നമ്മുടെ ഇത്ര നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ ആണ് തോമസ് ചേട്ടൻ മനസ്സിൽ ഈ ഒരു സംവിധാനം തുടങ്ങുന്ന സമയത്ത് ആരുടെയും കണ്ണ് നിറയരുത്, വിശന്ന് ആരും ഇരിക്കരുത്, ഒറ്റപ്പെട്ടു പോയി എന്നൊരു വേദന ആർക്കും ഉണ്ടാവരുത്. ഈ കൃത്യമായിട്ട് ഈ 3 കാര്യങ്ങളിൽ നിന്നുമാണ് നവജീവൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായി വരികയും അത് ലോകം മുഴുവൻ ഒരുപക്ഷെ പടർന്ന് പന്തലിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ കോട്ടയത്ത് തുടങ്ങിയ ആ കുടമാളൂരിൽ നിലവിലുള്ള നവജീവൻ, ആ ജീവൻ പല സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് എന്നാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലും കുട്ടികളുടെ ആശുപത്രിയൊക്കെ വരുന്ന മനുഷ്യർ, അവിടെ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ ഒരു നേരമെങ്കിലും നവജീവൻ്റെ ഭക്ഷണം കഴിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. എന്തായാലും ആശുപത്രിയിൽ അന്നദാതാവായിട്ടുള്ള ഈ തോമസ് ചേട്ടൻ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. നന്ദി, നമസ്കാരം. NTV UAE to the world.